അതുപോലെ വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ചിലരെ ഗീബത്ത് പറയരുത്. ഗീബത്ത് പറയരുതെന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് അയാളുടെ അഭാവത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയരുത് എന്നാണ്. അതാ ഗീബത്ത്. ദിക്റുക അഖാക ബിമാ യക്റഹു, നീ നിന്റെ സഹോദരനെ കുറിച്ച് അവന് വെറുപ്പുള്ള കാര്യങ്ങൾ പറയരുത്. അതാണ് ആ പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയാം. ഇത് പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു റളിയല്ലാഹു അൻഹും. എന്താ ചോദിച്ചതെന്നറിയോ? ഒരാളെക്കുറിച്ച് പറയുന്നത് ശരിയാണെങ്കിലോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാളെക്കുറിച്ച് പറയുന്നത് ശരിയാണെങ്കിൽ പോലും അയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പറയാൻ പാടില്ല. അതാണ് ഗീബത്ത് എന്നാ. ഉള്ളതാണെങ്കിൽ അത് ഗീബത്താണ്. ഇല്ലാത്തതാണെങ്കിലോ? ഇല്ലാത്തതാണ് അതിന് പറയാം കദിബ് എന്നാ, കളവ് എന്നാണ്. അപ്പൊ കളവ് പറയൽ ഹറാമാണ്, ഗീബത്ത് പറയലും ഹറാമാണ്. അപ്പൊ ഉള്ളതാണെങ്കിൽ ഗീബത്താണ്, അയാൾക്ക് വെറുപ്പുള്ള കാര്യമാണെങ്കിൽ. അങ്ങനെ പറയുന്നതിനെ കുറിച്ച് ഖുർആൻ ഉപമിച്ച ഉപമ നോക്കൂ. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത. അയുഹിബ്ബു അഹദുക്കും, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അൻ യഅകുല ലഹ്മ അഖീക്കും മൈത, ലഹ്മ അഖീഹി മൈത, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അൻ യഅകുല, തിന്നുന്നത്, ലഹ്മ അഖീഹി, അവന്റെ സഹോദരന്റെ മാംസം, മൈത്തൻ, ശവമായ നിലക്ക്, മരിച്ച നിലക്ക്. അപ്പൊ സ്വന്തം സഹോദരൻ മരിച്ചിട്ട് അവന്റെ ആ മാംസം അത് എടുത്ത് തിന്നാൻ നിങ്ങൾക്ക് കഴിയോ? ഫകരിഹ്തുമൂഹു, നിങ്ങൾ അത് വെറുക്കുന്നു. ഇതാണ് ഖുർആൻ ഗീബത്തിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ആരെക്കുറിച്ച് ഗീബത്ത് പറയുന്നുവോ അവന്റെ ചത്ത മാംസം നിങ്ങളെടുത്ത് തിന്നുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ ഗീബത്ത് പറയുന്നത് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്.